അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു വിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമസ്കാരം മുഖ്യമായ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പൊന്നും വെളി വാനലോകത്ത് പ്രകടമാകുമ്പോ അല്ലാഹുവിന് വേണ്ടി 30 ദിനരാത്രങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് മരിക്കാനുള്ള സമയമെടുക്കുമ്പോ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ കടന്നു വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ബുശ്റ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, മരിക്കാൻ നേരത്ത് അല്ലാഹു നിനക്ക് കരുതി വെച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ മനോഹരമായ ചിത്രം അല്ലാഹു നിനക്ക് കാണിച്ചു തരുമ്പോ, അതേ സഹോദരങ്ങളെ, മരണക്കിടക്കയിലാകുമ്പോ സ്വർഗം അല്ലാഹു കാണിച്ചു തരുമെന്ന അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു വർഷിപ്പിക്കുന്നതാ, അവന്റെ സംതൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആദരവായ പ്രവാചകന് പറയുന്നു, അഹബ്ബ ലിഖാ അല്ലാഹ്, ചുറ്റുവട്ടത്തും നിന്ന് കരയുന്ന പറക്കമുറ്റാത്ത മക്കളുടെ കണ്ണുനീരവന് കാണുന്നില്ല, വാപ്പാ വാപ്പാ എന്ന് വിളിക്കുന്ന പൊന്നുമക്കളുടെ വിളി അവന് കേൾക്കുന്നില്ല, തന്റെ പ്രാണപ്രേയസി തന്റെ പ്രിയപ്പെട്ടവള് പൊട്ടിക്കരയുന്നതാ ഭർത്താവിന് കേൾക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? മുഴുവൻ ചിന്തയും അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ കാരുണ്യത്തിലേക്കാ, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്കാ, എല്ലാ ചിന്തയും അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ലഹരിയായി അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഹബ്ബല്ലാഹു ലിഖാ, അവനെ കാണാൻ അല്ലാഹുവും ഇഷ്ടപ്പെടുകയാ. എന്റെ സഹോദരങ്ങളെ, എന്റെ റൂഹ് പിടിക്കാൻ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ കടന്നു വരുമ്പോ, ഞാൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവനാണെങ്കിൽ, ജീവിതത്തിൽ നന്മകൾ ചെയ്തവനാണെങ്കിൽ, ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്തവനാണെങ്കിൽ, ആ സമയത്ത് അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ചിത്രമാണ്, അവന്റെ കാരുണ്യത്തിന്റെ അംശമാണ്, അവൻ എന്നോട് കാണിക്കുന്ന സംതൃപ്തിയുടെ പ്രതീകങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ അല്ലാഹുവേ, എനിക്ക് വല്ലാത്ത കൊതിയാണ് റബ്ബേ, അതിലേക്ക് ഞാൻ വല്ലാതെ ആകൃഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോ അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കാണാനും അല്ലാഹുവിന് വലിയ താല്പര്യമുണ്ടെന്നാ. എന്നാൽ ജീവിതത്തിൽ സുഹൃതങ്ങളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും ശരി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കുന്ന ഒരാൾ, അല്ലാഹുവിന് ഒരു സുജൂദ് ചെയ്യാതെ മാറി നിൽക്കുന്നവന്, അല്ലാഹുവിന്റെ പടപ്പുകളാകുന്ന പാവപ്പെട്ടവര് കണ്ണീര് കയ്യുമായി കഴിയുമ്പോ അവനെ ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിക്കാത്തവരുണ്ടല്ലോ. ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂടയില് കിടക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാത്തവര്, അരഗ്രാ സ്വർണാഭരണമില്ലാത്തതിന്റെ പേരില് വൈവാഹിക ജീവിതമൊന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ. ആ പെൺകുട്ടികളെ കാണുമ്പോ ഇതെന്റെ പെങ്ങളാണ്, എന്റെ സഹോദരിയാണ്, ഞാനും അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തുകൊണ്ട് വിവാഹത്തിലേക്ക്, വിവാഹപ്പന്തലിലേക്ക് അവളെ ആനയിക്കണമെന്ന് ചിന്തിക്കാതെ, ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്യാതെ നടക്കുന്ന മനുഷ്യ, നീ മരിക്കാൻ നേരത്തെന്താ സംഭവിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ ചിത്രം നിന്റെ മുന്നിൽ കാണിക്കുകയാ. അല്ലാഹുവിന്റെ അദാബ് നീ കാണുകയാണ്. അവന്റെ കോപവും അവന്റെ തീഷ്ണതയും അവന്റെ ദേഷ്യവും അവന്റെ ക്രോധവും നീ കാണുകയാ. ആ സമയത്ത് നിന്റെ മനസ്സ് വല്ലാതെ വെറുത്തു പോകുന്നു. അല്ലാ, നിന്നെ ഞാൻ എങ്ങനെയാ അഭിമുഖീകരിക്കുക? കരിഹലിക്ക അല്ലാ, ആ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്നത് പോലും വല്ലാത്ത വെറുപ്പ് തോന്നുന്ന മനുഷ്യ, എന്താ സംഭവിക്കുന്നതെന്നറിയോ? കരിഹല്ലാഹു ലിഖാഹു, അല്ലാഹു നിന്നെ കാണാനും വെറുക്കുകയാണ് എന്ന് മഹാനായ മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിക്കണേ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ ആഗ്രഹിക്കണം. ആ മരണം ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ്. എന്റെ നാഥൻ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയുമല്ലോ. എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ്, എന്നെ സൃഷ്ടിച്ച അല്ലാഹ്, എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന അല്ലാഹ്, ആ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, ആനന്ദത്തോടെ ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോ അവനെ കാണാനും അല്ലാഹ് ആഗ്രഹിക്കുകയാണ് ആയിഷ. അല്ലാതെ മരണത്തെ വെറുക്കുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞതെന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കൊല്ലം ജീവിച്ചിരിക്കാനാണ് എല്ലാവരും കൊതിക്കുന്നത്. ആയുസ് നീട്ടിക്കിട്ടാനാ എല്ലാവരും ആഗ്രഹിക്കുക. അതല്ലേ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യനാരെന്നറിയോ? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരാരെന്നറിയോ? എന്നെ കേൾക്കാൻ വേണ്ടി കിട്ട് പാലക്കാട് ജില്ലയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, ഈ ഇരിക്കുന്നവരിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാരെന്നറിയോ? ഈ ഇരിക്കുന്നവരിൽ അല്ലാഹുവിന് ഏറ്റവും താല്പര്യമുള്ളത് ആരെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, മൻ താല ഉംറുഹു വഹസുന അമലുഹു. ധാരാളം കൊല്ലം ജീവിച്ചിരിക്കുന്നവരാ, ആ വർഷം അത്രയും അല്ലാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവരാ. ആയുസ് നീട്ടിക്കിട്ടിയാൽ എത്ര നല്ലതാ സഹോദരങ്ങളെ. ആയുസ് നീട്ടിക്കിട്ടിയാൽ എത്ര നല്ലതാണ്. അല്ലാഹു നമുക്ക് ആയുസ് നീട്ടിത്തന്നാൽ ആ ആയുഷ്കാലം മുഴുവനും അല്ലാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യുമ്പോ അവനാണ് ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നന്മയുള്ളവനെന്ന്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ആയുസ് കൊതിക്കാത്തവരാരാ ഉള്ളത്? 1000 കൊല്ലം ജീവിച്ചിരിക്കാനും നമുക്ക് ആഗ്രഹമല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനോടും ചോദിക്ക, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോ മരണത്തിന്റെ കാര്യം മറന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പലതും പറയും. ഒരു വീട് കിട്ടിയാൽ കൊള്ളാം, ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ പലതും പറയും. എന്നാ ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് 10 വർഷം ജീവിച്ചിരിക്കാൻ, അല്ലെങ്കിൽ നിന്റെ ആയുസ്സിൽ 10 വർഷം കൂടി അധികം തരുന്നു, അല്ലെങ്കിൽ നിനക്ക് 1 കോടി രൂപ തരുന്നു, എന്താ വേണ്ടത്? നിങ്ങൾ എന്തെടുക്കും? നിങ്ങൾ എന്തെടുക്കും? നമ്മൾ ഓരോരുത്തരും 1 കോടി രൂപ ഒന്നും വേണ്ട, പൈസ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇല്ലെങ്കിലും ഇവിടെ ആളുകൾ ജീവിക്കുന്നില്ലേ? ആയുസ് ഒരു 10 കൊല്ലം കൂടി നീട്ടിക്കിട്ടിയാൽ അതല്ലേ അഭികാമ്യം? എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ആഗ്രഹിക്കാത്തവരാരുമില്ല. ആയുസ്സാണ് എല്ലാ മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹം. നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ആയുഷ്കാലം മുഴുവനും തസ്ബീഹുകൾ ചെല്ലാൻ. ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരും. എന്റെ വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക്, ദുനിയാവിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന 2 സന്ദർഭങ്ങളിലാണ് ദുനിയാവിലേക്ക് മടങ്ങി വരണമെന്ന് കൊതിക്കുന്നത്. ഒന്ന്, മരിക്കുന്ന ആ ഘട്ടത്തിൽ. റൂഹ് പിടിക്കാൻ അസ്രായിൽ വരൂലേ? ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു പോകും, അല്ലാഹ് എനിക്ക് ദുനിയാവിൽ ഇനിയും ഒത്തിരി നാള് ജീവിച്ചെങ്കിൽ കൊള്ളാമെന്ന്. ഒരുപാട് നാളല്ല, ഒരുപാട് വർഷമല്ല, 1 മിനിറ്റെങ്കിലും എനിക്ക് ദുനിയാവിൽ അല്പം കൂടി ജീവിക്കാൻ ആയുസ് കിട്ടിയെങ്കിലെന്ന് കൊതിക്കുന്ന 1ാമത്തെ സന്ദർഭം. ഇനി മറ്റൊരു സന്ദർഭമുണ്ട്, അത് ഞാൻ പ്രസംഗത്തിന്റെ അവസാന സമയം പറയാം. അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ അമല് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒത്തിരി വർഷം ജീവിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, കഴിഞ്ഞ ഞാന് മുസ്തഫയുടെ പഴയ അതേ ഭാഗത്തായിരുന്ന ഒരു വയലിൽ പ്രസംഗം നടത്തി. ഞാൻ ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഞാൻ മുണ്ടൂര് പ്രസംഗത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ ആ പ്രദേശങ്ങളിൽ മണ്ണാർക്കാട്, പുല്ലിശ്ശേരി സെന്ററിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് ആദ്യം എന്നെ പ്രസംഗത്തിന് കൊണ്ടുവരുന്ന മുസ്തഫ. ആ മുസ്തഫ ആദ്യ വർഷം എന്നെ വയലിന് കൊണ്ടുവരുമ്പോ ഉണ്ടായിരുന്ന പലരും പോട്ടെ, അതൊന്നും നമുക്ക് പറയണ്ട. ഏറ്റവും ഒടുവിൽ നമ്മൾ തമ്മിൽ കണ്ട് പ്രസംഗിച്ചു പോയ ആ വേദിയിൽ ഉണ്ടായിരുന്ന എത്ര പേര് ഇന്ന് ഖബറിലാണ്? എത്ര പേര് ഖബറിലാണ്?
ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. ഞാൻ ഖബറും മരണമൊന്നും അല്ല പറയുന്നത്. ഞാൻ പൊതുവെ ഇപ്പൊ ആ വിഷയം പറയാറേ ഇല്ല. കാരണം ഖബറും സിറാത്തും മഹ്ശറൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കിട്ടിയ ഈമാനെ ഇസ്തിഖാമത്തോടുകൂടി പിടിച്ചു നിർത്താനുള്ള യഖീൻ, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രൂഢമൂലമോക്കപ്പെട്ട പരിശുദ്ധമായ ഈമാൻ, അതിനെ സംബന്ധിച്ച് പറയേണ്ട വേദിയാണ്. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തൽക്കാലം ആ വിഷയം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ വിഷയം ഒന്ന് സംസാരിക്കാം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിലൊക്കെ ജീവിച്ച പലരും ഇന്ന് ഖബറിലാണ്. എങ്ങനെ? നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റില്ല? മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത പല മരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു മരണമാണ് തീ പിടിച്ചിട്ട് മരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. മയ്യത്തിന്റെ ആ ബോഡി ആ ശരീരം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയ പല മയ്യത്തുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയാന്നെ, തമിഴിലാ പറയുന്നത്. അപ്പോ പക്ഷെ നമ്മൾ ആരും അപ്പോഴും നമസ്കാരം നിർവഹിക്കാതെ നമ്മൾ ഖബറടക്കിയിട്ടില്ല. എനിക്കറിയുന്ന ഒരാൾ ഏറ്റവും നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏറ്റവും നല്ല വസ്ത്രം, വില കൂടിയ വസ്ത്രം. ആ മനുഷ്യന്റെ പോക്കറ്റിരിക്കുന്ന പേന, ആ പെൻ പോലും എത്രയോ വിലയുള്ള പേന. അദ്ദേഹം ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം പൂശുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം കോവിഡ് പിടിച്ച് മരിച്ചപ്പോൾ ആശുപത്രിയിൽ 1 വീക്ക്, ഒരാഴ്ച അദ്ദേഹം കിടന്നു. ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ മാലിന്യം അതേ അവസ്ഥയിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നടക്കിയത്. നമ്മുടെ മയ്യത്തുകൾ എത്ര എണ്ണം നമ്മൾ അങ്ങനെ അടക്കി? 6 അടി മണ്ണിന് പകരം 10 അടി മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ടില്ലേ? പലരെയും നമസ്കരിക്കാതെ അടക്കിയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ഈ കോവിഡ് മാത്രം മതി നന്നാവാൻ. കോവിഡ് മാത്രം മതി നന്നാവാൻ. ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും, കോവിഡാനന്തര ഈ കേരളത്തിൽ നമ്മൾ വീണ്ടും ഒരു വഅലിന് വന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, 1000 അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവൂല. 1000 അൽഹംദുലില്ലാ പറഞ്ഞാലും കടം തീരില്ല. ഇതൊക്കെ നമുക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തന്നതിന്റെ ഒരു അടയാളമാണ്. ഇനി എത്ര നാൾ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇന്ന് യാത്ര ചെയ്ത് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രദേശത്ത്, എന്റെ നാടിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കേണ്ടവനാണ്. എനിക്ക് ഉറപ്പുണ്ടോ അവിടെ ചെല്ലാൻ പറ്റുമെന്ന്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നാളെ നൗഷാദ് ബാക്കവിയുടെ പ്രസംഗം കേൾക്കാൻ പറ്റുമെന്ന്? ഇല്ല. സഹോദരങ്ങളെ, ഇതൊക്കെ പണ്ട് പറയുമ്പോ ഞാനിപ്പം നരച്ചിട്ട് പോലും ഇല്ല, പിന്നെങ്ങനെ പെട്ടെന്ന് മരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളാ. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചിന്തിക്കില്ല. മരണം അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുമെന്ന് ബോധമുണ്ട്. ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ദ്വാരയ്ക്കും. ആയുസ് നീട്ടിക്കിട്ടിയാൽ മാത്രം പോരാ, വഹസുന അമലുഹു, സൽക്കർമ്മങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. അല്ലാതെ വെറുതെ ആയുസ് നീട്ടിക്കിട്ടിയിട്ട് കാര്യമില്ല. അമലുകൾ ചെയ്യണം. ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ 3 പേര് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ നബി ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാ. അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന്, അല്ലാഹുവിന്റെ അടിമയാണെന്ന്, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു നബിയേ, ഞങ്ങൾ സമ്മതിച്ചു നബിയേ. ഞങ്ങൾക്ക് ആരുമില്ല നബിയേ. ആ സമയത്ത് മഹാനായ തുൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഓ തുൽഹാ, ഇവരെ 3 പേരെയും നീ വീട്ടിൽ കൊണ്ടുപോകോ? കൂടപ്പിറപ്പുകളെ പോലെ നോക്കുമോ? അവർക്കൊരു കുറവും വരുത്താതെ നോക്കുമോ? തുൽഹത്തെ
അതിന് സൽക്കാരത്തിലെ പേര് കേട്ട തുൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ ഞാൻ തയ്യാറാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലെ കൂടപ്പിറപ്പുകൾ പോലെ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ തുൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയ 3 സഹോദരങ്ങളിൽ ഒരാൾ ഒരു ദിവസം അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങുന്ന, യുദ്ധത്തിനു വേണ്ടി സഹാബത്തിനെ അണിനിരത്തുമ്പോ യാ റസൂലല്ലാഹ് എന്നെയും അനുവദിക്കുമോ നബിയേ, ഞാനും രണാങ്കണത്തിൽ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ സഹാബി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. അദ്ദേഹം രണാങ്കണത്തിലേക്ക് പോവുകയാ. സഹോദരങ്ങളെ, ആഗ്രഹിച്ചതുപോലെ രണാങ്കണത്തിലെ ചേതനകെട്ട ശരീരമായി കബന്ധമായി മറിഞ്ഞു വീഴുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാ. വീണ്ടും കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി. രണ്ടാമൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ യുദ്ധത്തിന് വരട്ടെ നബിയേ, ഞാനും യുദ്ധത്തിന് വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അനുവദിക്കുകയാണ്. രണ്ടാമത്തെ സഹാബിയും പോയി രണാങ്കണത്തിൽ പടർന്നു വീണ് ഷഹീദാവുകയാ. സഹോദരങ്ങളെ, കാലങ്ങൾ വീണ് കഴിഞ്ഞുപോയി. മൂന്നാമത്തെ സഹാബി ഉണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന 3 പേരിൽ മൂന്നാമനുണ്ടല്ലോ, അദ്ദേഹം യുദ്ധത്തിനൊന്നും പോയില്ല. അദ്ദേഹം രണാങ്കണത്തിൽ പോയി പടർന്നു വീണ് മരിച്ചൊന്നുമില്ല. അദ്ദേഹം അതാ വീട്ടിലെ തന്നെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അദ്ദേഹത്തെ തിരക്കിയതാ കടന്നു വരുന്നു ആരാ? കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്ത മലക്ക് ഖാബിലുൽ അർവാഹ്, മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്ന സഹോദരന്റെ റൂഹ് പിടിക്കുകയാ. പ്രിയപ്പെട്ട പെങ്ങളെ, സ്വാഭാവികമായ മരണം അദ്ദേഹത്തിന് കിട്ടുകയാ. അദ്ദേഹം മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തുൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. എന്തെന്നറിയോ? അള്ളാന്റെ അനുഗ്രഹീതമായ സ്വർഗമതാ തുൽഹ തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാ. ആ സ്വർഗത്തിന്റെ കവാടത്തിൽ നോക്കുമ്പോൾ 3 സഹോദരങ്ങൾ നിൽക്കുകയാണ്. ആദ്യമായി അള്ളാന്റെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെച്ചതാരെന്നറിയോ? കൊല്ലങ്ങളോളം ജീവിച്ച് സ്വാഭാവികമായ മരണം കിട്ടിയ സഹോദരൻ, അഥവാ മൂന്നാമത് മരണപ്പെട്ട ആള് ആദ്യമായി കാലെടുത്തു വെച്ച് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന കാഴ്ചയാ. രണ്ടാമത് സ്വർഗത്തിലേക്ക് പോയതാരെന്നല്ലേ? രണ്ടാമത് ഷഹീദായ രണ്ടാമനുണ്ടല്ലോ, അദ്ദേഹം കുറെ നാളുകൾ ഒന്നാമനെ അപേക്ഷിച്ച് ജീവിച്ചിരുന്നല്ലോ. അയാള് സ്വർഗത്തിലേക്ക് രണ്ടാമത് കടന്നുപോയി. ആദ്യ രക്തസാക്ഷിത്വം സ്വീകരിച്ച മനുഷ്യനാണ് ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ഈ സ്വപ്നം കണ്ട മാത്രയിലെ തുൽഹ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതെന്തെന്നറിയോ? ഈ ഭൗതിക ലോകത്തെ തൊലിപ്പുറത്തുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയിട്ട് ആദ്യമായി ഷഹാദത്ത് വരിച്ച മനുഷ്യനല്ലേ ആദ്യ സ്വർഗത്തിൽ പോകേണ്ടത്? രണ്ടാമത് സ്വർഗത്തിൽ പോകേണ്ടത് രണ്ടാമത് ഷഹീദായ മനുഷ്യനല്ലേ? സ്വാഭാവികമായ മരണം കിട്ടിയ ആളല്ലേ മൂന്നാമത് സ്വർഗത്തിലേക്ക് പോകേണ്ടത്? കാരണം അദ്ദേഹം എന്താണ്? ശരീരം കൊടുത്തിട്ടില്ല, അള്ളാഹുവിന് വേണ്ടി രക്തം കൊടുത്തിട്ടില്ല, ജീവൻ കൊടുത്തിട്ടില്ല. ഈ ചോദ്യവും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, തുൽഹത്തെ, എന്തുകൊണ്ടാ മൂന്നാമൻ ആദ്യ സ്വർഗത്തിൽ പോയതെന്നറിയോ? രണ്ടാമന്റെയും ഒന്നാമനെയും അപേക്ഷിക്കുമ്പോ മൂന്നാമന് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് എത്ര അധികം ചൊല്ലിയ ആളാ, എത്ര അൽഹംദുലില്ലാ അധികം ചൊല്ലിയെന്നറിയോ? എത്ര പേജ് പരിശുദ്ധ ഖുർആൻ അധികം ഓതിയെന്നറിയോ? എത്ര നമസ്കാരം അധികരിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ആ ഒരു ഭാഗ്യം ആ മനുഷ്യനല്ലേ കിട്ടിയത് തുൽഹത്തെ. അതുകൊണ്ടാണ് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് അദ്ദേഹം ആദ്യം കടന്നു പോയതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം നമുക്ക് 5 നേരം നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, ഇന്ന് ഈ
സമയത്ത് ഞാനങ്ങ് മരിച്ചുപോയാൽ അതിനേക്കാൾ ആഗ്രഹിക്കുന്നത് റബ്ബേ, നാളെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നെങ്കിൽ നാളത്തെ സുബഹി നിസ്കരിച്ച്, ളുഹർ നിസ്കരിച്ച്, അസ്ർ നിസ്കരിച്ച്, മഗ്രിബ് നമസ്കരിച്ച്, ഇശാ നിസ്കരിച്ച്, അതിന്റെ സുന്നത്തുകൾ നമസ്കരിച്ച്, അതുപോലെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട്, എത്ര പേജ് ഖുർആൻ ഓതിയിട്ട്, എത്ര സ്വലവാത്തുകൾ ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ കാമിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടാൻ എല്ലാവരും കൊതിക്കുന്നത് നല്ലതാ. അത് എന്തിനു വേണ്ടിയാണ്? ധാരാളം കൊല്ലം ജീവിച്ചിരിക്കുന്ന നന്മയാണ്. പക്ഷേ സുഹൃതങ്ങൾ അതിന്റെ കൂടെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതല്ലാതെ കഴുതകളെ പോലെ, കുതിരകളെ പോലെ, കന്നുകാലികളെ പോലെ, നാൽക്കാലികളെ പോലെ മൃഗീയമായ സ്വഭാവത്തിൽ ജീവിച്ചാ മതിയോ? അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ എന്തേ വൈമനസ്യ മുസ്ലിമേ, എന്തേ പ്രിയപ്പെട്ട പെങ്ങളെ നീ അനുസരിച്ച് ജീവിക്കുന്നില്ല? ഇതേത് കാലഘട്ടമാ സഹോദരങ്ങളെ? ഇതേത് കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലല്ലേ? ശരീഅത്തിന്റെ നിയമങ്ങൾ കൊന്നനം കുറ്റപ്പെടുന്ന കാലഘട്ടത്തിലല്ലേ? പണ്ഡിതന്മാര് പോലും തേജോവധം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലല്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇങ്ങനെ രൗദ്രതയോടെ തലയെടുത്തു വരുമ്പോ, പ്രിയപ്പെട്ട സഹോദര, നാസ്തികവാദികൾ, നിരീശ്വരവാദ പ്രസ്ഥാനക്കാർ, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിലാവുള്ളത്. 1000 വട്ടം ഞാൻ പറയുകയാ, ഈ സമയത്ത് ഈമാൻ ചോർന്നു പോകാതെ പിടിച്ചു നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് മോളെ. ആരാണ് നിങ്ങൾ പഠിച്ചു വെച്ചോ? ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്ത ഒരു പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ശരീരത്തിന്റെ ചുടുകുണമേറ്റുവാങ്ങിയ, തന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റുവാങ്ങിയ, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ലൂത്ത് നബിയുടെ പ്രിയപ്പെട്ടവൾക്ക് കിട്ടാത്ത ഭാഗ്യമല്ലേ പാലക്കാട് ജില്ലയിലെ ഈ നെണ്ടങ്കിടായ എന്ന പ്രദേശത്ത് നിങ്ങൾക്ക് കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യം എത്ര വലുതാ! നിങ്ങൾക്ക് കിട്ടിയത് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. 950 വർഷം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ പാതയിൽ സധൈര്യം മുന്നോട്ട് പോയ ഒരു പ്രവാചകന്റെ, അതും ശൈഖുൽ അംബിയാ എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയതമയ്ക്ക് കിട്ടാത്ത ഭാഗ്യമല്ലേ പെങ്ങളെ റബ്ബ് നിങ്ങൾക്ക് തന്നത്? ഏത് വിഭാഗത്തിലാ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉള്ളത്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കിട്ടാത്ത സൗഭാഗ്യമല്ലേ? എന്തിനേറെ ഞാൻ പറയട്ടെ, ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ്, മക്കയുടെ നേതാവ്, എന്റെയും നിങ്ങളുടെ ഈ കൽബിന്റെ രാജാവ്, കണ്ണിന്റെ കൃഷ്ണമണി, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബിന് കിട്ടാത്ത അനുഗ്രഹമല്ലേ, ഹിദായത്തല്ലേ, നിഅമത്തല്ലേ, ഈമാനല്ലേ, ഇസ്തിഖാമത്തല്ലേ, ഇസ്ലാമല്ലേ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നത്? അതുകൊണ്ട് കളഞ്ഞു കുളിക്കല്ലേ സഹോദരങ്ങളെ. ഇവിടെ എവിടെയെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ ഉണ്ടായാലും, ഇല്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, എന്റെ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ഈമാനിനെ ഒരു ലവലേശം പോലും തകർക്കാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളുമായി ധീരമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നടത്തുന്നത്. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അഭിമാനം തോന്നി. മലപ്പുറം ജില്ലയിൽ കാളികാവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു വലിയ ഗംഭീരമായ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടിയിൽ സംഘാടകരായി അമുസ്ലിം സഹോദരങ്ങൾ എന്നാ നമ്മൾ പറയേണ്ടത്, അമുസ്ലിം എന്നാ പറയേണ്ടത്. സഹോദര സമുദായം ഒന്നും നമ്മൾ പറയണ്ട, സഹോദര സമുദായം നമ്മൾ പറയണ്ട. അത് പുതിയൊരു വെർഷനാണ്. അതിഥി തൊഴിലാളി, അതുവരെ ബംഗാളി എന്ന് വിളിച്ചാൽ നമ്മളിപ്പോ പറയുന്നത് എന്താ? അതിഥി തൊഴിലാളി. എന്തൊരു ബഹുമാനമാണ്. അതിഥി തൊഴിലാളി എന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് ആ അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ സംഘാടകരായുണ്ട്. നിങ്ങൾ തൂക്കിയിരിക്കും പോലെ മാലയും തൂക്കി നിൽക്കുക.
അതുമാത്രമല്ല, അതില് നേതൃത്വം നൽകിയ 4 പ്രമുഖരായ ലീഡർമാരെ പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സീമന്തപുത്രൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് മെമന്റോ കൊടുത്തു. എനിക്ക് അഭിമാനം തോന്നി. സഹോദരങ്ങളെ, 4 ലീഡർമാര് ആരുടെ ഈ സംഘാടക സമിതിയിൽ കസേര പറക്കി പോസ്റ്റർ ഒട്ടിച്ച് നോട്ടീസ് വെച്ച് ഫ്ലക്സ് വെക്കുന്ന മുസ്ലിം അല്ലാത്ത മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയിൽ, ആ പരിപാടിയുടെ സംഘാടക സമിതിയിൽ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ലീഡർമാരെ 4 പേരെ, അതിൽ ഒരാളുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അയ്യപ്പൻ എന്നാണ്. അദ്ദേഹത്തെ ആ 4 പേരെയും സ്റ്റേജിൽ വിളിച്ചിട്ട് അവർക്ക് ഓരോ മെമന്റോ കൊടുക്കുകയാ. ആര്? പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേരളത്തിൽ മാത്രം ഉള്ള ഒരു വലിയ തൗഫീഖാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിലും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്ന വലിയ മനോഹരമായ വർണ്ണശബളമായ കാഴ്ച അല്ലാഹു അത് നിലനിർത്തട്ടെ. അത് അങ്ങനെ ഒരു സംരംഭമാണെങ്കിൽ ഇവിടെ 6 മുസ്ലിം സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ അതിൽ ഒരു പെൺകുട്ടി, 7ാമത്തെ പെൺകുട്ടി അല്ല, 1ാമത്തെ പെൺകുട്ടി ആ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം, ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം. ഇത് ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് കൊല്ലങ്ങൾ ജീവിച്ചിരുന്നാൽ ആ കാലം ഒരു സുബ്ഹാനല്ലാഹ് കൂടി അധികം ചൊല്ലാൻ കിട്ടിയാൽ നമുക്ക് ഭാഗ്യമല്ലേ. നമ്മൾ പെട്ടെന്ന് മരിക്കാൻ എന്തിനാ കൊതിക്കുന്നത്? അള്ളാഹു ആയുസ് നമുക്കൊക്കെ നീട്ടിത്തരട്ടെ. ആ ആയുഷ്കാലം മുഴുവനും അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗത്തിലേക്ക് വരികയാണ്. 2 സന്ദർഭങ്ങളിലാണ് മനുഷ്യൻ ഒന്ന് മടക്കി കിട്ടിയെങ്കിലെന്ന് കൊതിക്കുന്നത്. ഏത്? നമ്മുടെ ജീവിതം ഒന്ന് അല്പം കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന് എപ്പോഴെന്നറിയോ? നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മരണത്തിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയമുണ്ട്. ആരും മരിക്കാതിരിക്കുക, എല്ലാവരും മരിക്കും. ആ മരണത്തിലേക്ക് നമ്മൾ അടുക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു മലക്കാണ് വന്ന് റൂഹും പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ആരും കരുതരുത്. അതൊക്കെ അബദ്ധമാണ്. അസ്റായിൽ VIP ഏറ്റവും അവസാനേ വരുള്ളൂ. ആദ്യം അള്ളാഹുവിന്റെ മാലാകമാര് കുറെ മലക്കുകൾ കടന്നു വന്നിട്ട് ഈ മനുഷ്യനെ 4 ഭാഗം അങ്ങോട്ട് വളഞ്ഞിട്ട് ആ മനുഷ്യനെ എല്ലാ നിലയിലും ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാനുള്ള സമയമാകുന്ന സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാം വരും. ഈ വരുന്ന മലായിക്കത്തിന്റെ കയ്യിൽ മരിക്കുന്ന ആള് നല്ല ആളാണെങ്കിൽ സ്വർഗത്തിന്റെ പഞ്ഞി ഉണ്ടാകും, സ്വർഗത്തിന്റെ വിരിപ്പുണ്ടാകും, സ്വർഗത്തിന്റെ അത്തറുണ്ടാകും. ഇതൊക്കെ ആയിട്ടാ വരുന്നത്. ഒന്ന് കേൾക്കിൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ അങ്ങോട്ട് അസ്റായിൽ വന്ന് ഇങ്ങനെ നുള്ളി എടുത്തോണ്ട് പോകുന്ന കരുതിയത് അങ്ങനെയാണോ? ആദ്യം മലായിക്കത്തുകൾ ഒന്ന് വലയം ചെയ്ത് ആ മലായിക്കത്തുകൾ ഈ കയ്യിലിരിക്കുന്ന അവരുടെ പട്ട് തുണി, വിശാലമായ സ്വർഗത്തിന്റെ ആ വസ്ത്രം ഇങ്ങനെ വിരിച്ച് കാത്തു നിൽക്കുമ്പോ സമയമാകുമ്പോ അസ്റായിൽ അങ്ങോട്ട് വരും. റൂഹിനെ പതുക്കെ പിടിച്ച് ഈ പഞ്ഞിക്കെട്ടിൽ വെച്ച് അതിനെ മടക്കി ഈ മാലാകമാര് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി ഇല്ലിയീൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യും. ഇതിപ്പോ പറഞ്ഞാൽ മറ്റേ എക്സ് മുസ്ലിം ചാടും. അവന്മാർക്ക് ചാട്ടം കൂടുതല, കുരു പൊട്ടുന്ന ആളുകൾ. എന്നെ വേറൊന്നും തോന്നരുത്, ഞാൻ എന്റെ ഭാഷകൾ അങ്ങനെ വന്നു പോകും, അതങ്ങനെ ആയിപ്പോയതാ. ഞാൻ പരമാവധി ശ്രമിക്കുന്നതിന് വേറൊന്നും പറയാതിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇല്ലിയിലേക്ക് കൊണ്ടുപോയി അതങ്ങോട്ട് രേഖപ്പെടുത്തും. ഇന്നയാള് അൽഹംദുലില്ലാ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ റൂഹിനെ കൊണ്ടുവന്ന് നേരെ ഇതിനിടയിൽ മയ്യത്ത് എവിടെ കൊണ്ടുപോയിരിക്കും? എവിടെ?
പള്ളിയിൽ കൊണ്ടുപോയി അടക്കിയിട്ടുണ്ടാവും. ആ റൂഹിനെ കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് രണ്ട് മലായിക്കത്തുകൾ വന്ന് ചോദ്യം ചോദിക്കുന്നത്, ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അതല്ല, മോശപ്പെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, അവൻ എക്സ് മുസ്ലിമാണ്, നിലവിൽ മുസ്ലിം അല്ല, അങ്ങനെയുള്ളവനാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? യവന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാലാകമാര് വരുന്നത് കരിമ്പടവുമായിട്ടാണ്. കറുത്ത തുണി, ദുർഗന്ധം വമിക്കുന്ന പഞ്ഞിക്കെട്ടുകൾ, അതുമായിട്ട് കടന്നു വന്ന് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അസ്രായിൽ വന്നിട്ട് ഇറങ്ങടാന്ന് പറയും ശരീരത്തോട്. ആ സമയത്ത് ആമയുടെ തല വലിക്കും പോലെ റൂഹ് ഉള്ളിലേക്ക് വലിയൊന്നാണ്. കാഫിരീങ്ങളുടെ, കാഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കണ്ട, നന്ദിയില്ലാത്ത ഏവനും കാഫറ, നന്ദിയില്ലാത്ത എല്ലാവനും കാഫറ. കാഫർ എന്ന് പറഞ്ഞ കൃഷിക്കാരൻ എന്നാണ്. അഥവാ വിത്ത് നമ്മളൊരു വിത്ത് വെക്കുന്നത് എങ്ങനെയാ വെക്കുന്നത്? ഒരു ചെറിയ ഈ എന്തെങ്കിലും കുഴിച്ചു വെക്കുമ്പോ മണ്ണ് ഇളക്കിയിട്ട് ഈ സാധനത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടും. ഇതിനാണ് കാഫർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് നന്ദികേട് കാണിക്കുന്നവൻ, അതതിന്റെ അർത്ഥം. അപ്പൊ അവന്റെ അവസ്ഥ എന്താണെന്നറിയോ? അസ്രായിൽ വന്നിട്ട് ഇറങ്ങാൻ പറയുമ്പോ ഇറങ്ങൂല. അവസാനം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, അടി കൊടുത്ത് അവനെ ഇറക്കും. അവസാനം മുള്ളുള്ള മരത്തിൽ തുണി പിടിച്ചാൽ ആ തുണി മുള്ളിൽ നിന്ന് എങ്ങനെയാണോ വരാൻ ബുദ്ധിമുട്ടുള്ളത് അതുപോലെ റൂഹ് അങ്ങോട്ട് ഇറങ്ങും. അതിനെ കരിമ്പടത്തിലേക്ക് പൊതിയും. എന്നിട്ട് നേരെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഓരോ ആകാശത്തിൽ നിൽക്കുന്ന മാലാഖമാര് ദുർഗന്ധം കാരണം അവർ മൂക്കത്ത് വിരൽ വെക്കും. അവർ വല്ലാതെ കുറ്റപ്പെടുത്തും. അവസാനം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടൂല. അവസാനം 7 ഭൂമിയുടെ അടിയിലുള്ള സിജ്ജീൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് ഈ റൂഹിനെ രജിസ്റ്റർ ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് അതിനെ സംബന്ധിച്ചൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ, മരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായി നിൽക്കുമ്പോ ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? അല്ലാഹു അവന്റെ വിശുദ്ധ കലാമിലൂടെ പറയുകയാ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ أجل قريب فأصدق وأكن من الصالحين. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ ഓരോ വെള്ളിയാഴ്ചയിലും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തല്ലേ സഹോദരങ്ങളെ? ഓതൽ സുന്നത്തായ ഇശാ നമസ്കാരത്തിൽ വ്യാഴാഴ്ച രാത്രിയിൽ ഇശാ നമസ്കാരത്തിൽ ഓതി കേൾക്കൽ സുന്നത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. ആ സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു 10ാമത്തെ ആയത്തിൽ പറയുന്നത് എന്തെന്നറിയോ? വൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക. നിങ്ങളുടെ വാപ്പ സമ്പാദിച്ചതല്ല, നിങ്ങളുടെ ഉപ്പുപ്പ സമ്പാദിച്ചതല്ല, കുടുംബ സ്വത്തായി കിട്ടിയതല്ല, നിങ്ങൾക്ക് പൈതൃക സ്വത്തായി കിട്ടിയതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും അനന്തരമായി തന്നതല്ല. അല്ലാഹു പറയുന്നു, ഞാനാടാ നിങ്ങൾക്ക് തന്നത്, ഞാനാ നിങ്ങൾക്ക് സമ്പത്ത് തന്നത്. മാലിക്കുൽ മാല് ഞാനാണ്, സമ്പത്തിന്റെ ഉടമ ഞാനാണ്. ഞാൻ തന്നതിൽ നിന്ന് നീ കൊടുക്ക്, ഞാൻ തന്നതിൽ നിന്ന് നീ ചെലവ് ചെയ്യ്, ഞാൻ നൽകിയതിൽ നിന്ന് നീ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ കൊടുക്ക്, ഞാൻ നിനക്ക് നൽകിയതിൽ നിന്ന് പള്ളിക്ക് കൊടുക്ക്, ഞാൻ നിനക്ക് നൽകിയതിൽ നിന്ന് പാവങ്ങൾക്ക് വിശപ്പ് മാറ്റി കൊടുക്ക്. ഇത് അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നത് എന്തെന്നറിയോ? എപ്പോഴാണ് മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമെന്ന പ്രതിഭാസം വരുന്നതിന് മുമ്പ്, മരണം നിങ്ങൾക്ക് വന്നണയും മുമ്പ് നിങ്ങൾ കൊടുക്കണേ വിശുദ്ധ ഖുർആൻ. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, മരിക്കാൻ നേരത്തൊരു മനുഷ്യന്റെ വിലാപം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ നിന്റെ മലായിക്കത്തുകളോടൊന്ന് പറയുമോ, ഞങ്ങളെ ഒന്ന് പെൻഡിങ്ങിലാക്കാ, ഒന്ന് പിന്തിപ്പിക്കാൻ പറയുമോ? ഒരു കൊല്ലം നിങ്ങൾക്ക് വേണ്ട, ഒരു മാസം നിങ്ങൾക്ക് വേണ്ട, ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ട, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട. അടുത്ത സമയം, അടുത്ത നിമിഷം വരെ ഒന്ന്, ഒരു മിനിറ്റ് ഞങ്ങൾക്കൊന്ന് പിന്തിക്കാൻ പറയോ? അല്ലാഹുവേ, ഒരു മിനിറ്റ് ഞങ്ങളെ ഒന്ന് പിന്തിക്കാൻ പറയോ? എന്തിനാണ്? അല്ലാഹുവിനോട്
അള്ളാഹുവിനോട് താണുക്കേൻ അപേക്ഷിക്കുന്നത് റബ്ബേ നിന്റെ ഈ മലക്കുകളെ ഒന്ന് തിരിച്ചു വിളിക്കുവോ, എന്നെ ഒരു മിനിറ്റെങ്കിലും ഒന്ന് പിന്തിക്കാൻ പറയോ അള്ളാഹുവേ, ഇപ്പൊ റൂഹ് പിടിക്കല്ലേ എന്നൊന്ന് പറ അല്ലാ. ഇതടുത്ത് നിൽക്കുന്ന ഭർത്താവ് കാണുന്നില്ല പെങ്ങളെ, അടുത്ത് നിൽക്കുന്ന ഭാര്യ കാണുന്നില്ല ഭർത്താവേ, അടുത്ത് നിൽക്കുന്ന പൊന്നുമക്കള് കാണുന്നില്ല മാതാപിതാക്കളെ. മക്കള് മരിക്കാൻ കിടക്കുമ്പോ ഇത് വാപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല. പക്ഷേ മരണക്കിടക്കയിലാകുന്ന മരണാസന്നനാകുന്ന അസ്റായീലുമായി മുഖാമുഖം നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അവന് പറയുന്നു ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ കുറഞ്ഞ സമയം എന്നെ ഒന്ന് പിന്തിക്കാൻ പറയോ. അങ്ങനെ എന്നെ പിന്തിച്ചാൽ അല്ലാഹുവേ ഒരു മിനിറ്റ് നീ എന്നെ ഒന്ന് പിന്തിച്ചാൽ അല്ലാഹുവേ ഫഅസ്സദ്ദഖ, ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് സദഖ കൊടുത്തോട്ടെ അല്ലാ, ഞാൻ കൊണ്ടുവന്ന ധർമ്മം ചെയ്തോട്ടെ റബ്ബേ. വാകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടോട്ടെ അല്ലാ. സഹോദരങ്ങളെ, മരണക്കിടക്കയിൽ നമ്മൾ പറഞ്ഞു പോകുമെന്നാ ആ സമയത്ത് അല്ലാന്റെ മറുപടി എന്തെന്നറിയോ, പടച്ചവന്റെ മറുപടി എന്തെന്നറിയോ, ആ സമയത്ത് അല്ലാന്റെ മറുപടി വരികയാണ്, എന്തേ വലൈ അഖിറല്ലാഹു നഫ്സാ, ഒരു ശരീരത്തെയും അല്ലാഹു തആല പിന്തിക്കുകയില്ല. ഇദാ ജാ അജലുഹാ, അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വിട പറയുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട, ഒരു നിമിഷാർദ്ധം പോലും പിന്തിക്കൂല, ഒരു സെക്കൻഡ് പോലും പിന്തൂല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തതെന്താണെന്നൊക്കെ അല്ലാഹ്ക്കറിയാമടാ, അല്ലാഹ്ക്ക് നന്നായിട്ട് അറിയാമടാ. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും അല്ലാഹു പെൻഡിങ്ങിലാക്കൂല. സഹോദരങ്ങളെ, മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു തആല മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ പറഞ്ഞത് അല്ലാഹുവിന്റെ മറുപടി പരിഹാസത്തോട് കൂടിയിട്ടുള്ള മറുപടിയാ. അല്ലാഹു ആക്ഷേപിച്ചുകൊണ്ട് മറുപടി പറയുകയാ, അല്ലാഹു വിമർശിച്ചുകൊണ്ട് മറുപടി കൊടുക്കുകയാ, അല്ലാഹു കുറ്റപ്പെടുത്തിക്കൊണ്ട് മറുപടി കൊടുക്കുകയാ. എന്താണ് അല്ലാഹു പറയുന്നതെന്നറിയോ? അല്ലാഹുവിനോട് ഈ മനുഷ്യൻ പറയും മരണാസന്നനാകുമ്പോ, ഖാല റബ്ബിർജിഊ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, ഞാൻ ബാക്കിയാക്കി എത്ര അമലുകളുണ്ട് റബ്ബേ, അതൊന്ന് ചെയ്യാൻ കുറഞ്ഞ സമയം എന്നെ അനുവദിക്കുവോ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി വല്ലാതെ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന മറുപടിയാ. അല്ലാഹു പറയുന്നു കല്ലാ കല്ലാ കല്ലാ, മിണ്ടാതെ കിടക്കടാ, ഇന്നഹാ കലിമത്തുൻ ഹിയ ഖായിലുഹാ, എല്ലാവരും പറയുന്നത് തന്നെയാടാ, എല്ലാവരും പറയുന്നത് തന്നെയാടാ. കല്ലാ, മിണ്ടാതെ കിടക്കടാ, അങ്ങനെ പറയല്ലടാ, കാര്യം അങ്ങനെ അല്ലടാ, നീ പറയും പോലെ ഒന്നും അല്ലടാ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, എല്ലാവരും ഈ സമയത്ത് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. എടോ നിനക്കറിയണോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂ, ഇനി നീ ചെല്ലാൻ പോകുന്ന ഒരു ചെറിയ ബർസഖിലാ. ബർസഖ് എന്ന് പറഞ്ഞാൽ മറ, ബർസഖ് എന്ന് പറഞ്ഞാൽ ഒരു കുണ്ട്, ബർസഖ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത ഖബർ. ആ ഖബറിൽ നീ കിടക്കണം ഏതുവരെ എന്നറിയോ? ഇലാ യൗമി യുബ്അസൂ, നശീകരണായുധത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് ആ ഊതൂതുന്ന സമയം വരെയും നീ ഖബറിൽ കിടക്കണം. ഇത് അല്ലാഹുവിന്റെ മറുപടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നിമിഷാർദ്ധം പോലും നമ്മളെ അല്ലാഹു പിന്തിക്കൂല. ഇത് ഖുർആനാണ്. ഒന്ന് ചിന്തിക്ക്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യൻ, പാവങ്ങളെ സഹായിക്കാത്തവൻ, പള്ളി വെച്ച് കൊടുക്കും, പള്ളി. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അനുഗ്രഹമായി ലഭിച്ച ഏറ്റവും വലിയ ഈ ലോകത്തെ ഖൈറുൽ ബരിയ, ഈ ലോകത്തെ ഏറ്റവും അത്യുന്നതരാരാണ്? അള്ളാഹു അനുഗ്രഹിച്ച ഈമാനുള്ള നമ്മളാണ് ഏറ്റവും വലിയ അനുഗ്രഹീതർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ മുൻ എം എൽ എ ആരാ? ഭാവിയിൽ എം എൽ എ ആണ് ഇരിക്കുന്നത്. മുൻ എം എൽ എ ആരാ? ഇവിടെ എന്ത് ചെന്താമരാക്ഷൻ അല്ലേ? ഇപ്പൊ മൂപ്പർ എന്താ പണി? ഇല്ല,
ചെന്താമരാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ XMLA ഇവിടെ വന്നാൽ അയാൾ നോട്ടീസിൽ എങ്ങനെ പേര് വെക്കുക? ചെന്താമരാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രാക്കറ്റിൽ എന്താ വെക്കുക? XMLA. എന്തുകൊണ്ട് അങ്ങനെ വെക്കുന്നത്? ഇപ്പൊ നിലവില് ഒന്നുമല്ല, മുമ്പുണ്ടായിരുന്നത് വിലപിടിപ്പുള്ള ഒന്നായിരുന്നു. അതുകൊണ്ടാണ് XMLA എന്ന് വെക്കുന്നത്. ഇവിടുത്തെ മന്ത്രി ആരാ? മുൻ മന്ത്രി AK ബാലൻ. അദ്ദേഹം ഇവിടെ വന്നാൽ, ഈ പരിപാടിക്ക് സമൂഹ വിവാദത്തിന് വന്നാൽ മുൻ അല്ലെങ്കിൽ എക്സ് മന്ത്രി എന്ന് വെക്കും അല്ലെ, എക്സ് മിനിസ്റ്റർ. കാരണം എന്താ? ഇപ്പൊ അദ്ദേഹം ഒന്നുമല്ല, മുൻ മന്ത്രിയായിരുന്നു. അപ്പൊ മുമ്പേ ഉണ്ടായിരുന്നതിന് മഹത്വമുണ്ട്, ഇപ്പൊ ഒന്നും അല്ല എന്നാണ് അർത്ഥം. ഞാൻ ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു ജഡ്ജി വന്നിരിക്കട്ടെ, ആ ജഡ്ജി ഇപ്പൊ അയാൾ ഒന്നുമല്ല, റിട്ടയർഡായി. അയാൾ എന്താ വെക്കുക? എക്സ് ജഡ്ജി അല്ലേ, മുൻ ജഡ്ജി. ഇപ്പൊ ഒന്നും അല്ല, മുമ്പുണ്ടായിരുന്നതാണ് മൂല്യമുള്ളത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒന്നുമല്ല, എന്തായിരുന്നു? മുമ്പ് മുസ്ലിം ആയിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു, ഇപ്പൊ ഒന്നുമല്ല. ഇത് അവര് തന്നെ സ്വയം സമ്മതിക്കല്ലേ ഇസ്ലാം വല്ലതാണെന്ന്. ഇതാ പറഞ്ഞത്, അവനൊക്കെ വിവരമില്ല, ബുദ്ധിയില്ല, വിവരമുള്ളവരുടെ അടുത്ത് നിന്നിട്ടുമില്ല എന്ന് ഈ പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമാണ് ഏറ്റവും ഉന്നതമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ ഒരു ദീൻ എന്ന് അവർ പറയുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്ന എക്സ് മുസ്ലിം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് മുസ്ലിം ആണെന്ന് ഷെയ്ത്താൻ പറയാത്തത് എന്തുകൊണ്ടാണ്? ഷെയ്ത്താൻ അറിയാം ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്റെ കൂടെ ആള് കൂടില്ല എന്നറിയാം. അതുകൊണ്ട് ഷെയ്ത്താൻ എന്ത് ചെയ്തു? ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധിമാനാണ്, പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല കൗശലക്കാരനാണ് ഷെയ്ത്താൻ, ഏറ്റവും നല്ല കൗശലക്കാരനാണ്. നമ്മളൊക്കെ വീണു പോകും അവന്റെ മുമ്പ്. മതിലിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പാവപ്പെട്ടവൻ ഒന്നും അറിയുന്നില്ല, ഉറങ്ങി തൂങ്ങിയിരിക്കുക. മതില് ഇങ്ങനെ വീഴാനടുത്തിരിക്കുക. ഓടി വന്നിട്ട് പിശാച്, ശൈത്താനാ, പക്ഷെ ഈ ഇരിക്കുന്നവൻ അറിയില്ല. എണീച്ച് മാറാന്ന് പറഞ്ഞു. ഇയാള് ചാടി എണീറ്റ് മാറിയതും മതില് വീണു. ചോദിച്ചു, ഓ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ നിങ്ങൾക്ക് എന്ത് തന്നാ മതിയാവും? ഓ നിങ്ങൾ ആരാ? കണ്ടിട്ടില്ലല്ലോ ഇവിടെ. അയാള് പറഞ്ഞു, ഞാൻ ശൈത്താനാടാ. നീ മോശക്കാരനാണെന്നല്ലോ മൊയ്ലാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പൊ നീ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ? അപ്പൊ ശൈത്താൻ പറഞ്ഞ എന്താണെന്നറിയോ? എടാ മതിലിടിഞ്ഞ് വീണ ഷഹീദിന്റെ കൂലിയാ, നീ അങ്ങനെ സ്വർഗത്തിൽ പോണ്ട, നീ അങ്ങനെ സ്വർഗത്തിൽ പോണ്ട. ഏറ്റവും വലിയ കൗശലക്കാരനാണ് ശൈത്താൻ. അതുകൊണ്ട് ശൈത്താൻ പറഞ്ഞിട്ടില്ല ഞാൻ എക്സ് മുസ്ലിമാണ്. എന്തുകൊണ്ടാ? ആളവന്റെ കൂടെ കൂടും. കാരണം തിരിച്ചറിവുള്ള മനുഷ്യര് പറയും, എടാ മുസ്ലിം ആയിരുന്നപ്പോ അവൻ എന്തുവാണ്, ഇപ്പൊ ഒന്നും അല്ല. പക്ഷെ ഇവര് അതിനേക്കാളും ഒക്കെ താഴെ വന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല അതിനെപ്പറ്റി. ഇവിടെ ആയതുകൊണ്ട്, പാലക്കാടായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുകയാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട മുസ്ലിമാണ്. അതിൽ ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ആ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് ആഗ്രഹിക്കും, അല്ലാഹുവേ എനിക്ക് ഒരു ദിവസം കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. എന്തിനാ? നന്മ ചെയ്യാൻ. പക്ഷേ ആ സമയത്ത് അള്ളാഹു അവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, സ്വർഗത്തിന്റെ അനുഭൂതികൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നീ ചെയ്തതിനൊക്കെ ഇപ്പൊ പ്രതിഫലം കിട്ടാൻ പോവാൻ. അവൻ ആയുസിനെ പറ്റി മറക്കും, സ്വന്തം ഭാര്യയെ പറ്റി മറക്കും, എല്ലാം മറന്നിട്ട് അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരുമ്പോ അള്ളാഹു അവനെ വാരി പുണർന്നില്ല, റഹ്മത്തില്ല, അള്ളാഹുവിലേക്ക് അങ്ങ് യാത്രയാകും. എന്നാൽ ദുർമാർഗിയായ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ ആ സമയത്ത് ഭീകരമായ അവസ്ഥയെ നേരിടുന്ന സമയത്ത് അല്ലാഹ് ഒരു മിനിറ്റൂടെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. വേറൊന്നുമല്ല, ഒരു പെൺകുട്ടിയെ കെട്ടിക്കുന്ന ഒരു പരിപാടി നടക്കാൻ ഒരു പവൻ ഞാനൊന്ന് കൊടുത്തോട്ടെ, ഒരു ഗ്രാമം ഒന്ന് കൊടുത്തോട്ടെ, ഒരു പള്ളിപ്പണി നടക്കാൻ ഞാൻ എന്തെങ്കിലും ഒന്ന് സഹായിച്ചോട്ടെ. ഇത് പറയും. ആ സമയത്ത് പറയും, മിണ്ടരുത്, ഏവനും പറഞ്ഞത് തന്നെയാ, മിണ്ടാതെ കിടക്കട എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ പരിഹാസത്തോടു കൂടിയുള്ള മറുപടി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ
ഈ ആയത്തോതിയിട്ട് ആളുകളോട് പറയുകയാണ്, സക്കാത്ത് കൊടുക്കാത്തവന്, ഹജ്ജിന് പോകാത്തവൻ, പാവങ്ങളെ സഹായിക്കാത്തവന് മരിക്കുന്ന നേരത്ത് ഈ ദുനിയാവിലൂടെ ഒന്നുകൂടി മടങ്ങി പോകണമെന്ന് മടക്കത്തെ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഇബ്നു അബ്ബാസ് ഇത്തഖില്ലാ, അല്ലാഹനെ സൂക്ഷിച്ചു വേണം വർത്തമാനം പറയാ. ഇത് കാഫിരീങ്ങളെ പറ്റിയല്ലേ അല്ലാഹു പറഞ്ഞത്, അല്ലാതെ മുഅ്മിനീങ്ങൾ മടക്കം ആഗ്രഹിക്കൂലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സഹോദരാ, നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഈ ആയത്ത് ആരെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞതെന്നല്ലേ? ഈ സൂറത്ത്, ഈ ആയത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ അല്ലാഹു വിളിക്കുന്നുണ്ട് ആരെയാ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെയാ. അതുകൊണ്ട് തന്നെ അല്ലാഹു മുഅ്മിനീങ്ങളോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, മരിക്കുന്ന നേരത്തെ സദഖ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും, പക്ഷേ കാര്യമില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മരിക്കും മുമ്പ് നീ സദഖ കൊടുക്കണം. വലാ തുംഹിലി സദഖ, ഒരിക്കലും സദഖ പിന്നെയാകാമെന്ന് നീ കരുതല്ലേ. എന്തുകൊണ്ടാണ് നീ അവസാന റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നീ പറയുന്നത്, തഖൂല ലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ വലിഫുലാനിൻ കദാ. അല്ലാഹുവിന്റെ റസൂൽ എത്ര അർത്ഥവത്തായി നമ്മെ പഠിപ്പിക്കുകയാ. മരിക്കുന്ന നേരത്ത് മനുഷ്യര് പറയുമത്രേ, ലിഫുലാനിൻ കദാ, അവക്കത്ര കൊടുക്ക്, ലിഫുലാനിൻ കദാ, യവനത്ര കൊടുക്ക്, വലിഫുലാനിൻ കദാ, അവിടെ പള്ളിയിൽ ഇത്ര കൊടുക്ക്. മരിക്കാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് വാപ്പ പറയും, മോളെ പള്ളിക്കത് കൊടുക്ക്, അവിടെ പെണ്ണിനെ കെട്ടിക്കാൻ ഇത്ര കൊടുക്ക്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അപ്പടി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അതങ്ങനെ തന്നെ നടക്കും. നിങ്ങൾ ഇനി പറയണ്ട, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവിടെ അവൾ കുറച്ച് കൊടുക്കും, ഇവിടെ കുറച്ച് പേര് കൊണ്ടുപോകും. നിങ്ങൾ എപ്പോ കൊടുക്കണമായിരുന്നു? ജീവിച്ചിരിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കണമായിരുന്നു. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ദുബായ് UAE-യുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട അവിടുത്തെ രാഷ്ട്രപിതാവിന്റെ പ്രിയപ്പെട്ട മകൻ കൂടിയായ ഷെയ്ഖ് ഖലീഫ ഇബ്നു സായിദ് നഹിയാൻ, അദ്ദേഹം വഫാത്തായി. 3-4 ദിവസം മുമ്പ് അദ്ദേഹം വഫാത്തായി. എല്ലാവരും സങ്കടത്തിലായ ഒരവസ്ഥയായിരുന്നു. കാരണം നമ്മുടെ പെറ്റമ്മയാണ് ഇന്ത്യയെങ്കിൽ, നമ്മുടെ പ്രവാസികളുടെ പോറ്റമ്മയാണ്, വളർത്തമ്മയാണ് ദുബായ്, അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. പിന്നെ ഷെയ്ഖ് സായിദിന്റെ പ്രിയപ്പെട്ട മകൻ ഖലീഫ ഇബ്നു സായിദ്, അദ്ദേഹത്തിന്റെ മിടുക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് ബുർജ് ഖലീഫ, അല്ലേ? ബുർജ് ഖലീഫ. ആ ബുർജ് ഖലീഫ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നില്ലേ? മൂന്നാമത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ അനുജൻ കൂടിയായ ഷെയ്ഖ് സായിദിന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകൻ കൂടിയായ മുഹമ്മദ് ബിൻ സായിദ് നഹിയാൻ അത് ഏറ്റെടുത്തു. UAE ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോ ഖലീഫ ഇബ്നു സായിദ് നഹിയാൻ എന്തുണ്ട്? ബുർജ് ഖലീഫ ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിനുള്ളത് ഖബർ ഖലീഫ. അദ്ദേഹത്തിന്റെ 2 കല്ല് ഊന്നി വെച്ചിട്ടുള്ള, 2 കല്ല് കുഴിച്ചു വെച്ചിട്ടുള്ള ഖബർ മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളും മാത്രം. മരിക്കാൻ നേരത്ത് പറയാണ്, ബുർജ് ഖലീഫ അനിയ നീ തന്നെ എടുത്തോന്ന് പറഞ്ഞാൽ അത് പറയണോ? പറഞ്ഞില്ലെങ്കിൽ അനിയൻ തന്നെ എടുക്കൂലേ? അല്ലേ? നമ്മളെന്തിനാ മരിക്കുന്ന നേരത്ത് ഇന്നാക്കത് കൂടെന്ന് പറയണോ? പറയണ്ടോ? അത് അവര് തന്നെ എടുക്കും.
പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സദഖയുമായി ബന്ധപ്പെട്ട ആയത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി അഥവാ പിരിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൽ 1000 വട്ടം സന്തോഷമേ ഉള്ളൂ. കാരണം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ എന്ന് ദ്വാരക്കുന്ന ആളാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ചായക്ക് പോലും ഒരാളുടെ മുമ്പിൽ ചെന്നിട്ട് കൈ നീട്ടേണ്ട അവസ്ഥ അള്ളാഹു വരുത്താതിരിക്കട്ടെ. അതിന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ കൈ നീട്ടി യാചിച്ച് ഒരാളെ കെട്ടിച്ചു വിട്ടാൽ ആ പെൺകുട്ടി വിവാഹിതയായി, അവൾ ഗർഭിണിയായി, അവൾ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും വിളിക്കുന്ന ഓരോ അല്ലാഹു അക്ബറിന്, ഓരോ അൽഹംദുലില്ലയ്ക്ക്, ഓരോ സുബ്ഹാനല്ലാഹ്ക്ക് നമുക്കും പ്രതിഫലമില്ലേ? കൊടുത്തവർക്കും കിട്ടൂലേ? അതുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത അനീവാജിയുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യവതിയാണ്. കാരണം ഇവിടെ വിവാഹിതയാകുന്ന ആ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അതിന്റെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും ആ പ്രതിഫലം അള്ളാഹു കൊടുക്കാൻ, അള്ളാഹു മുറിയാതെ ഒട്ടും കുറയ്ക്കാതെ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.